ഞാൻ എന്ത് ചെയ്തു, ബൈക്കിൻ്റെ ഒരു സാധനം വാങ്ങിച്ചിട്ട് ചെങ്കോട്ടി പോയതേനു കേട്ടോ. അപ്പോൾ പോണ പോക്കിൽ കയനാറിൻ്റെ റോഡ് പണീൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ ഇറ്റാച്ചി ഇറക്കണതായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് പുറത്ത് നോക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചെങ്കോട്ടി MC ചെങ്കോട്ടി MC എനിക്ക് വേണ്ടത് ബുള്ളറ്റിൻ്റെ ചെയിൻ സ്പോക്കറ്റും പിന്നെ അതിൻ്റെ സിങ്ങാമും പിന്നെ അതിൻ്റെ വരുന്ന ബ്രേക്ക് ലൈനറും ഇതിന് വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഫുൾ സെറ്റ് എടുക്കാച്ചിട്ട് ഞാൻ ചെന്നതേന് കേട്ടോ. സെറ്റ് കഴിഞ്ഞപ്പോൾ ഫുൾ സെറ്റിന് എങ്ങനെ ₹2 മേലെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ സിംഗിൾ പീസ് ഉണ്ടോ വെച്ച്. സാധാരണ ഫ്രണ്ടിലത്തെ സ്പോക്കറ്റ് പോക്കില്ല, ബാക്കത്തുനിന്ന് മാത്രമാണ് ബുള്ളറ്റിന് പോക്കിട്ട്. അപ്പോൾ ഞാൻ എന്നാൽ ബാക്കത്ത് തന്നാളി എന്നപ്പോൾ ബാക്കത്ത് എടുത്തുകൊണ്ട് തന്നവർ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഈ മറ്റേ ഇതുണ്ട്, ഈ സാധനം ലൈനറും ഒന്ന് വാങ്ങി, പിന്നെ അതിൻ്റെ സിങ്ങാമിൻ്റെ ഒരു ബുഷും മൊത്തത്തിൽ വാങ്ങി. അത് ബാക്കത്തെ വീലിങ്ങനെ ചെറുതായിട്ടൊരു ഇളക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കം ഒന്ന് ക്ലിയർ ചെയ്യാതെ വെച്ചിട്ടാണ് വാങ്ങിയത് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ വാങ്ങിയ സാധനം കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട്. ഇനിയിപ്പോൾ പുതിയ ലൈനർ ഇടുമ്പോൾ അത്യാവശ്യം ബാക്കിൽ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇതാവണം. അപ്പോൾ അതിനൊരു ₹1000 അതിനുമായി. മൊത്തത്തിലൊരു ₹2 അങ്ങനെ തന്നെ ആയിട്ടാണ് വരുന്ന. ബൈക്ക് ഇങ്ങനെ കണ്ട് നല്ല സൂപ്പർ ഞാവൽമ്പായ ഇങ്ങനെ നിൽക്കണത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു മൂപ്പരോട് ഇപ്പോൾ വില കുറവാണ്. അപ്പോൾ 350 ഇപ്പോൾ 200 അയക്കണ കിലോത്തിനാണ്. എന്നാൽ ഒരു ½ കിലോ എടുത്തോളാണ്. ഞാനൊരു ½ കിലോ എടുത്തു. തൊട്ടടുത്ത് തന്നെ ഒരു പുളിൻ്റെ ആളുണ്ട് കേട്ടോ. അയാളങ്ങനെ നിൽക്കണപ്പോൾ എനിക്കൊരു വിഷമം. അപ്പോൾ ഞാൻ പറയുന്ന ഒരു പുളി പാക്കറ്റ് നന്നായിരുന്നു. അങ്ങനെ ഒരു ₹100 ഒരു പാക്കറ്റ് പുളിയും വാങ്ങിയിട്ടാണ്. അങ്ങനെ ഞാൻ വീടിൻ്റെ വക്കിലെത്തി. വീട്ടിൻ്റെ അവിടെ എത്തിയേക്ക് ഞാൻ വീട്ടിലവിടെ നോക്കി അവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, ആളെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ വണ്ടിയുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിർത്തിയാണ് എന്ത് ചെയ്ത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒരു മിണ്ടാത്ത ലെവൽ അങ്ങനെ ചെന്നതാണ് ഞാൻ വണ്ടി നിർത്തിക്കാണ്ട്. അപ്പോൾ ഞാൻ കോട്ടയ്ക്ക് പോയി വന്നിട്ട് ഞാനിതാ ഒരു കവറിൽ പുളിയുണ്ട്, ഒരു കവറിൽ പിന്നെ ബൈക്കിൻ്റെ സാധനം. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാച്ചിട്ട് ഞാൻ പോയത്. അപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ പുളിയാണ് കൊടുക്കാൻ വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ പുളി കൊടുക്കും ആദ്യം, ഇത് തിന്നു പറഞ്ഞാണ്ട്. അപ്പോൾ നോക്കിട്ടാ അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ വാ, ഇന്നൊരു സാധനം ഉണ്ട്, ഇത് തിന്നോ. പെട്ടിയിലൊക്കെ അത് തിന്നോ, തുറന്നു നോക്കാം. നല്ല ഇഷ്ടപ്പെട്ട സാധനം, തുറന്നു നോക്കാം. തുറന്നു നോക്കാം, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് വണ്ടിയുടെ അല്ല, ബുള്ളറ്റിന്റെ അല്ല, ആ ബൈക്കിന്റെ ലൈനർ. എന്നാ തിന്നോ, തിന്നോട്, നല്ല രസമുള്ള സാധനമാണ്. എന്താ എന്താണ് പുളിയാ? അപ്പൊ സൂപ്പർ ആയില്ലേ, സർപ്രൈസ് ആയില്ലേ? എന്നാ തിന്നോട്ടാ. അപ്പൊ മതിയിലെനിക്ക് ആയിക്കോട്ടെ, ശരി മതിയില്ലേ? വരെ വേറെ എന്നാ ഇവിടെ വന്നെടുത്തോ. എന്നാ ഇവിടെ നോക്കാം. ആ ചെരുപ്പ് മാറ്റി നോക്കാം. ആ ചെരുപ്പ് മാറ്റി നോക്കൊന്ന്. ചെരുപ്പിന്റെ അടിയിലൊക്കെ കൊണ്ടുവച്ചു. ഞാൻ എന്തായി, സൂപ്പറായാ? അടിപൊളിയാ. ഞാൻ കൊറേ ദിവസമായി വാങ്ങണം, തിന്നണം വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാ? അപ്പൊ ഞാവൽമ്പായ ഞാൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നു തന്നെ. ഓളെന്നും പറയുന്നതാണ് ഞാവൽമ്പായം വേണമെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ ഞാവൽമ്പായം കൊണ്ട കൊടുത്തിട്ടാ. നല്ല ഫ്രഷ് ഞാവൽമ്പഴം. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്നതല്ല, അത് പുറത്തുനിന്ന് എവിടുന്നൊക്കെ വരുന്ന ഞാവൽമ്പഴം. ഇതുവരേക്ക് 350 ഒക്കെ ഉണ്ട് കിലോത്തിന്. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ₹200 കിട്ട കിലോത്തിന്. വരില്ലാണെന്നില്ല, ½ കിലോനുള്ളൂ. അപ്പൊ എന്നും പൂതി പറഞ്ഞപ്പോ സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ വാങ്ങിയാട്ടാ. ഒന്നും കൂടി കേൾക്കണൊക്കെ നല്ലതാണ്. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഫ്രഷ് ഒക്കെ കണക്ക് തന്നെയാണ്. മരുന്നൊക്കെ അടിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കല്. ഒന്ന് നോക്ക്, പറ്റണ ഒരു മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ടേസ്റ്റ് പോവല്ലോ. നല്ല ചെറുക്ക് കഴിക്കുക, ടേസ്റ്റ് പോകുന്നു അവരുണ്ട്. അപ്പൊ അത് വേണ്ട, എന്നാ പിന്നെ ആയിക്കോട്ടെ, നമുക്ക് കഴിച്ചാലോ? ഞാവൽമ്പായ കഴിക്കല്ലേ എന്നാല്? അപ്പൊ ഞങ്ങള് ഞാവൽമ്പായം കഴിക്കട്ടാ. അങ്ങനെ ഞങ്ങള് ഞാവൽമ്പായം കഴിക്കട്ടാ. രസമുണ്ടോ? മധുരം ഉണ്ടാ? ചിലത് മധുരണ്ട്, ചില മധുരല്ല. ആദ്യം ഇഷ്ടപ്പെട്ടാ? ജൈന് തിന്ന് എവിടെ തിന്നയിനിച്ച്? പുളി കണ്ട് രസം പറയുന്ന ഒരാളാണ് ആദ്യട്ടാ. ആദ്യമായിട്ടാണ് പുളി എന്നിട്ട് രസം എന്ന് പറയുന്നത് ആദ്യം. പുളി ഉപ്പൊക്കെ ഇഷ്ടം. നീല കളറായില്ലേ?
അന്റെ നാവ് വാങ്ങിച്ചാ പുളിന്ന് എന്റെ നാവ് മുഞ്ഞ് എന്ത് നീലിക്കാനാ ഇവരെ നാവ് വാങ്ങിച്ചാണി നോട്ടെ നാവ് വാങ്ങിച്ചാണി നോക്കട്ടെ പുളി നോക്കട്ടെ നോട്ടെ കളർ വാങ്ങിച്ചാണി ഈ പുളി നോട്ടെ നാവതാ ചോത്ത് ഞാൽമേന്നോ നാളെ നാവതാ നീലിച്ച് അപ്പൊ ഞങ്ങള് ഞാവമ്പായം തിന്നിട്ടാ ഞങ്ങൾ എല്ലാരും ഞാവമ്പായം തിന്ന് നീല കളറ് അതെയാ എന്റെ നാ വെച്ചാ പുളിന്നോന്റെ സൂപ്പർ വാവ് നല്ല രസം കിട്ടാ പുളി എന്നിട്ട് ആദ്യം ഒന്ന് തിന്നോക്കാറ് ഒന്ന് തിന്നോക്കാം എങ്ങനെ നല്ല രസം മധുരം ഉണ്ട് എന്താ മധുരം ഉണ്ട് അത് തിന്നോക്കാം ഓ ചങ്ങായി എവിടുന്ന് തിന്നാത്ത അണക്ക് എങ്ങനെ അത് പാപ്പയ്ക്കും അച്ചച്ചയ്ക്കും രണ്ടെണ്ണം അടുത്തേക്ക് ഇട്ടാ അപ്പൊ ഞങ്ങളെ ഞാമ്പഴത്തിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും സപ്പോർട്ട് ചെയ്യാ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാ പറയും സബ്സ്ക്രൈബ് ചെയ്യാ ഒന്നുകൂടി പറഞ്ഞു കൊടുത്താ സബ്സ്ക്രൈബ് ചെയ്യാ അതന്നെ സാധനം അതന്നെ പറഞ്ഞത് ശരിയാണ് അപ്പൊ നിങ്ങൾ അത് ചെയ്യട്ടെ എല്ലാരും സപ്പോർട്ട് ചെയ്യാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരാം ഞങ്ങൾ സെറ്റ് ആക്കി കൊണ്ടുവരാം അപ്പൊ ഓക്കെ ബൈ സർപ്രൈസ് ആയിട്ടാണ് ഇന്ന് ചെയ്തത് പക്ഷെ അത് വലിയ സർപ്രൈസ് ആയിട്ടൊന്നും ഇല്ല അപ്പൊ അങ്ങനെ തന്നെ അല്ലേ നമ്മൾ എന്ത് സർപ്രൈസ് ആയിട്ട് തോന്നൂല ഷവർമ്മ ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഷവർമ്മ ആണെങ്കിൽ ഒന്നും കൂടി സർപ്രൈസ് ആയിരുന്നു ഷവർമ്മ അല്ല ഇപ്പൊ എന്തായാലും സംഭവം സൂപ്പർ അല്ലേ